കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്നാണ് വാക്കിയൊക്കെ വാക്കുന്നുണ്ടായത്. ലാറ്റിൻ വാക്കായ കമ്പ്യൂട്ടർ എന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ എന്നുള്ള വാക്കിന് എന്താ? കമ്പ്യൂട്ടർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ടു കാൽക്കുലേറ്റ് കണക്കൂട്ടാൻ. കമ്പ്യൂട്ടർ ടു കാൽക്കുലേറ്റ് കണക്കൂട്ടാൻ. ഓക്കെ, ഇനി ചാൾസ് ബാബേജ് ഏത് നൂറ്റാണ്ടാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? 17-ാം നൂറ്റാണ്ടാണ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ചാൾസ് ബാബേജ് ഉണ്ടാക്കിയ മെഷീന്റെ പേരെന്താ? മെഷീന്റെ പേരാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. അനലിറ്റിക്കൽ എഞ്ചിൻ ഇതാണ് ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി ഈ കമ്പ്യൂട്ടർ പഠിച്ചത് എന്താ? ഈ കമ്പ്യൂട്ടർ ഈ ഒരു മോണിറ്റർ ചെറിയ സ്പേസ് ഉണ്ട്. ആ കമ്പ്യൂട്ടർ എന്തില്ല, ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അതിൽ റൂം ഫുൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കാൻ ചെലവ് അധികം. ഇന്ന് ഓരോ ഉണ്ടാക്കാൻ ക്രാമ്പ് അതേപോലെ മെഷീൻ കണ്ടില്ല. ക്രാമ്പിലാണ് അച്ചപ്പം കഴിച്ചിടാം. അച്ചപ്പം കഴിച്ചിടാം. അച്ചപ്പം എന്ന് പറഞ്ഞാൽ അച്ചോളം ഉണ്ടാക്കാൻ. അപ്പൊ ക്രാമ്പ് എന്ന് പറഞ്ഞാൽ അച്ചാണ് ക്രാമ്പ്. ഓക്കെ, അപ്പൊ ഇന്ന് ഓരോ സാധനം ഉണ്ടാക്കാൻ ക്രാമ്പ് മെഷീനൊക്കെ അതൊന്നും നമുക്ക് കൈകൊണ്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിന് ചെലവ് അധികം. ഇതുകൊണ്ട് തന്നെ ചാൾസ് ബാബേജ് എന്തെങ്കിലില്ല ആ കമ്പ്യൂട്ടർ നമ്മളെ കൂട്ടുകാരാണ്. പക്ഷെ പിൽക്കാലത്ത് ചാൾസ് ബാബേജിന്റെ മകൻ ഹെൻറി ബാബേജ് ഈ കമ്പ്യൂട്ടർ ചെറിയ രൂപം അതാണ് ആദ്യത്തെ കമ്പ്യൂട്ടറായിട്ട് പിൽക്കാലത്ത് പ്രചരിച്ചത്. ഓക്കെ, ചാൾസ് ബാബേജിന്റെ മകന്റെ പേര് ഹെൻറി ബാബേജ്. ഓക്കെ, ഈ കമ്പ്യൂട്ടറിന് ജനറേഷൻസ് ഉണ്ട്. ഈ കമ്പ്യൂട്ടറിന് 5 ജനറേഷൻസ് ആണ്. ഇപ്പൊ നടക്കുന്ന ജനറേഷൻ 5th ജനറേഷൻ ആണ്. ഓക്കെ, ഈ കമ്പ്യൂട്ടറിന്റെ ഘട്ടങ്ങളുണ്ട്. ഇവിടെ 2 ഘട്ടങ്ങളായ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. ഇതിന് തമ്മിലുള്ള വ്യത്യാസം, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയറിനെ എന്തായിരിക്കുക? സോഫ്റ്റ്വെയറിന്റെ എന്തായിരിക്കുക? സിസ്റ്റം സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇത് രണ്ടും വ്യത്യാസം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ? മനുഷ്യരെയും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം മെക്കാനിക്കൽ നിർദ്ദേശങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ വിൻഡോസ് പെർഫോം എന്താ? വൈഡ് ഇന്ററാക്റ്റീവ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് ഓഫ് ഓഫീസ് വർക്ക് സൊല്യൂഷൻ. വൈഡ് ഇന്ററാക്റ്റീവ് network development of office work solution. Office work solutions. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. വിൻഡോസിനെ ഫുൾ ഫോം. വിൻഡോസ് ഉണ്ടാക്കിയാണ് വിൻഡോസ് വേറെ OS ആണ് ലിനക്സ്. ലിനക്സ് ഉണ്ടാക്കിയാണ് ലിനക്സ് ടോർവാൾഡ്സ്. ലിനക്സ് ഉണ്ടാക്കിയാണ് ലിനക്സ് ടോർവാൾഡ്സ്. ഇതാണ് ലിനക്സ് ഉണ്ടാക്കിയത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? മനുഷ്യരെയും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം ഇലക്ട്രോണിക് നിർദ്ദേശങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞാല് നമ്മുടെ വർക്കിന്റെ പ്ലാറ്റ്ഫോമിന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ അതിനെ നോട്ട് പാഡിൽ വർക്ക് ചെയ്തു അല്ലേ, അതേപോലെ പെയിന്റ് വർക്ക് ചെയ്തു. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വർക്കിന്റെ പ്ലാറ്റ്ഫോമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി ഒരു കമ്പ്യൂട്ടർ എത്ര സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്? 2 സ്റ്റോറേജ് ഡിവൈസ്. ഒന്നാമത്തെ ഹാർഡ് ഡിസ്ക്, രണ്ടാമത്തെ വ്യത്യാസം. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ സ്ഥിരമായ ശേഖരണം പോലെ ഹാർഡ് ഡിസ്ക്. താൽക്കാലികമായ റാമിന്റെ ഫുൾ ഫോം ആണ് റാൻഡം ആക്സസ് മെമ്മറി. ഇനി ഹാർഡ് ഡിസ്ക് റാം മനസ്സിലാക്കാൻ ഐഡിയ ഉണ്ട്. ചോദിക്കാറുണ്ടോ? അരി വാങ്ങിക്കാറുണ്ടോ കടന്ന്? അപ്പൊ അരി വാങ്ങിക്കുമ്പോ അരി എന്തിനാ? അരി ചാക്കിലുണ്ടല്ലേ. അപ്പൊ ചാക്ക് താൽക്കാലിക ശേഖരണം. ചാക്ക് വെച്ചിട്ട് വീട് ബക്കറ്റ് വെച്ചിട്ട്. അപ്പൊ ചാക്ക് എന്താണ്? ചാക്ക് താൽക്കാലിക ശേഖരണം. അപ്പൊ ചാക്കിനെ റാമാക്ക ബക്കറ്റിൽ നിൽക്കുക ഹാർഡ് ഡിസ്ക് ആണ്. ഓക്കെ, സുഖമായില്ലേ? ഇത് പറഞ്ഞില്ല
ഞാൻ ആലോചിക്കണം മനസ്സിലാക്കി. ഓക്കെ, ഇനി അതിൽ കമ്പ്യൂട്ടറിന് രണ്ട് തരം ഡിവൈസ് ഉണ്ട്. ഒന്നാമത്തെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്താ? ഇൻപുട്ട് ഡിവൈസ് അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് വരാൻ പോകുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് തിരിച്ചു വരുന്ന ഡിവൈസാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഇതിനായിട്ട് നമുക്ക് വ്യത്യാസം. ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ഉള്ളിലേക്ക് വരുന്ന ഡിവൈസ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇപ്പൊ കീബോർഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉള്ളിലാണ്. ഇപ്പൊ കീബോർഡ് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. മൗസ് ഞാൻ കമ്പ്യൂട്ടർ ഉള്ളിലാണ് സെറ്റ് ചെയ്യുക. അപ്പൊ മൗസ് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. നേരെ മറിച്ച് മോണിറ്റർ എന്താണ്? ഞാൻ കൊടുക്കുന്ന റിസൾട്ട് കിട്ടുക. അപ്പൊ മോണിറ്റർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അവിടെ പ്രിന്റർ ഞാൻ കൊടുക്കുന്ന എനിക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടാണ്. അപ്പൊ പ്രിന്റർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സ്കാനർ എന്താ? ഫോട്ടോ അങ്ങോട്ട് സ്കാൻ ചെയ്യും, ഉള്ളിലേക്ക് സ്കാൻ ചെയ്യും. അപ്പൊ സ്കാനർ എന്താണ്? ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് അല്ല, ഇൻപുട്ട് ഡിവൈസ് ആണ്. അത് സ്പീക്കർ എന്താ? ഇങ്ങോട്ട് പാട്ടൊക്കെയാണ് സ്പീക്കർ അല്ലേ? അപ്പൊ സ്പീക്കർ ഇങ്ങോട്ട് കിട്ടുക. അപ്പൊ സ്പീക്കർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ്. ശരിയാ? ഇനി പറഞ്ഞോ. ഇത്രയാണ് ബേസിക്കിന്റെ ക്ലാസ്. അതെയാ?